മിക്ക വീടുകളിലും മിനിമം ഓരോ ലോറികളും വണ്ടിപ്പണിക്കാരും ഉണ്ടായിരുന്ന ഒരു പ്രദേശം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ ഒരു ലോറി ഗ്രാമം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തുള്ള പതിമംഗലം, പടനിലം, പന്തീർപ്പാടം, ചൂലാംവയൽ, ചോലക്കര താഴം, മുറിയനാൽ എന്നീ പ്രദേശങ്ങളിലാണ് ഒരു കാലത്ത് 8,000-ലധികം ലോറികളും അത്ര തന്നെ വരുന്ന ലോറി പണിക്കാരും ഉണ്ടായിരുന്നത്. ഇതിൽ പതിമംഗലമായിരുന്നു ലോറികളുടെ കേന്ദ്രം. മാവൂർ ഗോളിയോർ റയോൺസ്, കല്ലായി മരവ്യവസായ കേന്ദ്രം, വലിയങ്ങാടി ഓട് വ്യവസായ കേന്ദ്രങ്ങൾ, കൊപ്ര ബസാർ, മലഞ്ചരക്ക് വ്യാപാരങ്ങൾ എല്ലാം തന്നെ കോഴിക്കോടുമായി ബന്ധപ്പെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഇവിടം ലോറികളുടെ താവളമാകാൻ കാരണം. കൂടാതെ കല്ലുവെട്ട്, വയനാട്ടിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ലോറികൾ ഇവിടെ നിന്നായിരുന്നു പോയിരുന്നത്. അന്നൊക്കെ ഇന്ത്യയിൽ ഏത് നഗരത്തിൽ ചെന്നാലും ഈ നാട്ടിലുള്ള ഒരു ലോറിക്കാരൻ അവിടെ ഉണ്ടാകും. എത്ര വിലപിടിപ്പുള്ള സാധനങ്ങളും ദൂരദിക്കിലെത്തിക്കാൻ ഇവിടെയുള്ള ലോറിയാണ് ആളുകൾ ഏൽപ്പിക്കാറുള്ളത്. അത്രയ്ക്കും വിശ്വസ്തരായ ലോറി പണിക്കാരായിരുന്നു ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നത്. അക്കാലത്ത് ഇവിടെ ചെറുപ്പക്കാർ സ്കൂൾ പഠനം കഴിഞ്ഞാൽ ലോറി കഴുകാൻ പോവുകയും പിന്നീട് ലോറിയിൽ ക്ലീനറായി ജോലിയിൽ കയറുകയും ചെയ്യും. അതിനുശേഷം ഡ്രൈവിംഗ് പഠിക്കുകയും പിന്നീട് കാശുണ്ടാക്കി ലോറി വാങ്ങുകയും ചെയ്യുമായിരുന്നു. അന്നൊക്കെ ഈ പ്രദേശങ്ങളിലെ മിക്കവാറും വീടുകളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ലോറിയെങ്കിലും ഉണ്ടായിരുന്നു. കൂടാതെ ഒരു വീട്ടിൽ ലോറിയുമായി ബന്ധപ്പെട്ട ഒരാൾ ഉറപ്പായും ഉണ്ടാകും. എന്നാൽ കാലക്രമേണ കോഴിക്കോട് കേന്ദ്രമായ വ്യവസായങ്ങൾ കുറഞ്ഞതും മറ്റു ജില്ലയിലെ ആളുകൾ ലോറി മേഖലയിലേക്ക് തിരിഞ്ഞതും ഇവിടുത്തെ ലോറി വ്യവസായം കുറയുവാനിടയായി. പക്ഷേ പഴമക്കാരുടെ മനസ്സിൽ ഇവിടുത്തെ ലോറി ഗ്രാമവും ലോറി ഓർമ്മകളും ഇന്നും നിലനിൽക്കുന്നു.